ഹലോ, നമുക്ക് എങ്ങനെ കോൺടാക്ട് ലെൻസ് വളരെ ഈസി ആയിട്ട് നമ്മുടെ കണ്ണിൽ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺടാക്ട് ലെൻസ് നമ്മുടെ കണ്ണിൽ വെക്കുന്നതിന് മുമ്പ് ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടെയും ബിഗിനേഴ്സിനാണ് മെയിനായിട്ട് പറയുന്നത്. കാരണം ഞാനൊരു ബിഗിനർ ആയിരുന്നു. ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് എന്താ പറയുക ഒരു എക്സ്പേർട്ടായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, ആദ്യം നമ്മുടെ കണ്ണിൽ കോൺടാക്ട് ലെൻസ് വെക്കുമ്പം ചെറുതായിട്ട് ഇറിറ്റേഷനും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും, വളരെ ചെറുതായിട്ട്. ചിലർക്ക് ഭയങ്കര ഇച്ചിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അതിനകത്ത് നമ്മൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നമ്മൾ വാങ്ങുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഈ അക്വാ കളറിൻ്റെ ഇതാണ് വാങ്ങിയത് കേട്ടോ. നമ്മുടെ ലെൻസ് കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കാരണം കണ്ണിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങാവുള്ളൂ. ചീപ്പായിട്ട് കിട്ടുന്ന അങ്ങനെ സംഭവങ്ങളൊന്നും പോയി വാങ്ങാതിരിക്കുക. കാരണം പലയിടത്തും പല റേറ്റിലും ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് വിശ്വാസമുള്ള സ്ഥലത്ത് പോയിട്ട് വാങ്ങാം. കാരണം നമ്മുടെ കണ്ണാണ് നമുക്ക് പിന്നീട് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലെൻസ് ഈ ഒരു കേസിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഇട്ടിട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കേട്ടോ, ലെൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ കമ്പനി സൊല്യൂഷൻ എല്ലാം കൂടെ പോകും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കണ്ണിലാട്ടോ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കണ്ണ് രണ്ട് കണ്ണ് നോക്കട്ടെ, ഞാൻ സമയം പോലെ ചെയ്തുതരാം. അപ്പോൾ നമ്മുടെ ലെൻസ് നമ്മുടെ കയ്യിൽ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈ നല്ല പോലെ ക്ലീൻ ആയിരിക്കണം. നല്ല പോലെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. കാരണം നമുക്കിത് കണ്ണിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ലെൻസ് എടുക്കുക. ഓക്കെ, ലെൻസ് കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച്, ലെൻസ് ഞാൻ കയ്യിലെടുത്തു, സൊല്യൂഷൻ ഇട്ട് കിടക്കുമായിരുന്നു, സൊല്യൂഷനിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൈ ഇപ്പം ഞാൻ സൊല്യൂഷൻ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ വെറ്റായി. ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ തുടയ്ക്കണം. നമ്മുടെ കൈ ഡ്രൈ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മളിത് വെക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിൽ ഈ സൊല്യൂഷൻ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് കളയുക. നമ്മുടെ കയ്യിൽ ഈ സംഭവം ഇങ്ങനെ വെക്കുക. ഇതുണ്ടോ, നമ്മുടെ കണ്ണിൽ ഈ സംഭവം ഇങ്ങനെ ഇതാണ് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഐ ലാഷസ് അടക്കം മൊത്തം, ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞത് ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളത്. ഞാനിത് കുറച്ച് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് അവൾ പറഞ്ഞു തന്നാണ്. അപ്പോൾ ഈ ഐ ലാഷസ് അടക്കം നമ്മളിതിങ്ങനെ മുകളിലോട്ട് പൊക്കി പിടിക്കുക. എന്നിട്ട് നമ്മുടെ കണ്ണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കുക. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് ലെഫ്റ്റും റൈറ്റും ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ് എന്ന് മാത്രമല്ല, ഒന്ന് ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ നമ്മുടെ കണ്ണൊന്നും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻറ്റി ക്ലോക്കാണ് കുറച്ചും കൂടെ, എൻ്റെ കാര്യത്തിൽ ആൻറ്റി ക്ലോക്കാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ കണ്ണ് നമ്മൾ തുറക്കുമ്പം വാവ്, യെസ്, ഡൺ, സംഭവം അതിൻ്റെ ഉള്ളിലായി. ഓക്കെ, കണ്ണൊക്കെ കുറച്ച് നിറയും. പക്ഷേ ആദ്യം നമുക്കൊരു എരിച്ചിൽ ഫീൽ ചെയ്യും. ഏത് നമ്മുടെ ലെൻസ് വെച്ചതിൻ്റെ ആ ഒരു ചെറിയ എരിച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെയാണ് ഒരു കണ്ണിലേ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെയാണ് വെച്ച കണ്ണ് വെക്കാത്തതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ കണ്ണിൽ ലെൻസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായാലോ? നമ്മുടെ കൈ ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് ഇവിടെ ലാഷസ് പൊക്കി പിടിച്ച് ഇവിടെ ഇങ്ങനെ പിടിച്ച് നമ്മുടെ കണ്ണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കി ഈ സൈഡിൽ വെച്ചിട്ട് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് നമ്മളിങ്ങനെ കണ്ണ് ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവം കറക്റ്റാകും. ഇനി ചിലർക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്താലും കറക്റ്റ് ആവണം എന്നില്ല, ഇങ്ങോട്ടേക്ക് എത്തണം എന്നില്ല. അങ്ങനെ ആയിട്ടില്ലെന്ന് കൂടെ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇവിടെ ഇരിപ്പം ഡ്രസ്സാണ്, നമ്മൾ ഇങ്ങോട്ടേക്ക് ചെറുതായിട്ട് തട്ടി വിട്ടാൽ മതി, സംഭവം റെഡി ആയിക്കോളും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അടിപൊളി വീഡിയോ വരുന്നവരെ ബൈ ബൈ.